ബി.ജെ.പിയുടെ സാഹചര്യം? 3 മണ്ഡലങ്ങളിൽ വിജയിച്ച് കേരളത്തിൽ ചരിത്ര നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് ബി.ജെ.പി. ക്രിസ്ത്യൻ ഔട്ട്റീച്ച് ഗുണം ചെയ്തെന്ന വിലയിരുത്തലിലാണ് നേതൃത്വമുള്ളത്. എന്നാൽ പ്രതീക്ഷിച്ച വോട്ട് വിഹിതം നേടാൻ ബി.ജെ.പിക്ക് കഴിഞ്ഞിട്ടുമില്ല. ഘടകകക്ഷികളായ 2020-യും BDJS-ഉം മങ്ങിപ്പോയത് ക്ഷീണമായെന്നുള്ള വിലയിരുത്തലുണ്ട്. ഭരണവിരുദ്ധ വികാരവും പുതിയ പ്രചാരണ തന്ത്രങ്ങളും പാർട്ടിക്ക് തുണയായെന്നും വിലയിരുത്തുന്നു. അരുൺ സോളമൻ വിവരങ്ങൾ നൽകും. അരുൺ, ഈ പുതിയ സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. 0 സീറ്റ് എന്നുള്ളത് 3 ആക്കി ഉയർത്തി. അതിപ്പോൾ പ്രതീക്ഷിച്ച നിയമവും കഴക്കൂട്ടവും ബോണസായി ചാത്തന്നൂർ കൂടി ലഭിച്ചു. അതൊരു വലിയ നേട്ടമായി പാർട്ടി കരുതുന്നുണ്ടോ? പക്ഷേ അപ്പോഴും ഈ 2020-ക്കൊന്നും ഒട്ടും പെർഫോം ചെയ്യാൻ സാധിച്ചില്ല. ക്രിസ്ത്യൻ ഔട്ട്റീച്ച് ഗുണമായി അല്ലെങ്കിൽ നേട്ടമായെന്ന് കരുതുമ്പോഴും ഇവിടെ പാലായിൽ ഷോൺ ജോർജും പൂഞ്ഞാറിൽ PC ജോർജും അടക്കം പരാജയപ്പെട്ട് നിൽക്കുകയാണ്. പാർട്ടി ഒരുപാട് കാര്യങ്ങൾ ഉള്ളിൽ ഉത്തരം പറയേണ്ടിയും വരും, അല്ലേ അരുൺ? ഷികാസ്, കീർത്തന, ഗുഡ് മോർണിംഗ്. BJPയെ സംബന്ധിച്ച് ഈ തിരഞ്ഞെടുപ്പ് വലിയ വിജയം നേടിയ അല്ലെങ്കിൽ ചരിത്രമായി മാറിയിട്ടുണ്ട് എന്നുള്ളതിൽ സംശയം വേണ്ട. കാരണം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ചാത്തന്നൂർ മണ്ഡലം അത് ഒരുപക്ഷെ BJPയുടെ കണക്കുകൂട്ടലുകളിൽ നിന്നും വ്യത്യസ്തമായൊരു വിജയം, അവിടെ ഒരു അപ്രതീക്ഷിത അട്ടിമറി നീക്കമാണ് നടന്നിരിക്കുന്നത്. പക്ഷേ നേരത്തെ തന്നെ BB ഗോപകുമാർ BJPയുടെ സ്ഥാനാർത്ഥിയായ അദ്ദേഹം വ്യക്തമാക്കിയത് നിയമം പിടിക്കുന്നതിന് മുമ്പ് തന്നെ ചാത്തന്നൂർ തൂക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അതും 10,000-ലധികം വോട്ടിൽ ഭൂരിപക്ഷം നേടുമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്തായാലും 4,398 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ BB ഗോപകുമാർ ചാത്തന്നൂർ പിടിച്ചെടുത്തിരിക്കുകയാണ്. അതും നിയമത്തിന് തൊട്ട് മുൻപാണെന്നുള്ളതും വളരെ വ്യക്തമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇരട്ട പൂട്ടുമെന്ന് B ശിവൻകുട്ടി പറഞ്ഞ നിയമം 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ പിടിച്ചെടുത്തിരിക്കുന്നു. 4,978 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ പിടിച്ചു എന്നുള്ളതാണ് ഏറെ നിർണായകമായ മാറ്റം. കാരണം ഇവിടെ ഒരു ഘട്ടത്തിൽ പോലും B ശിവൻകുട്ടിക്ക് മുന്നിലെത്താൻ കഴിഞ്ഞിട്ടില്ല. തുടക്കം മുതൽ തന്നെ നേരിയ ലീഡുമായിട്ട് രാജീവ് ചന്ദ്രശേഖറിന് നേമത്ത് മുൻതൂക്കം ലഭിച്ചു. ഏറ്റവും ഒടുവിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടിയാണ് വിജയിക്കാനും സാധിച്ചു എന്നുള്ളതാണ്. ഇതിൽ കെ മുരളീധരൻ എങ്ങനെയാണോ അവിടെ പരാജയപ്പെട്ടത്, അതിനും ദയനീയമായ പരാജയമാണ് KS ശബരിനാഥന് നേമത്ത് നേരിടേണ്ടി വന്നത്. കാരണം വോട്ട് വിഹിതത്തിൽ UDF ഏറെ പിന്നോട്ട് പോയി 3-ാം സ്ഥാനത്താണ് UDF നേമത്തിൽ ഉള്ളതെന്നുള്ളതാണ് ചിത്രം. ഈ വിജയിച്ച 3 സീറ്റുകൾ ഏറ്റവും ഒടുവിൽ കഴക്കൂട്ടം ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് അവിടെ സംഭവിച്ചത്. അവിടെ പ്രധാനമായും V മുരളീധരൻ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അവിടെ തന്നെ ഉള്ളൂർ തന്നെ താമസിച്ച് ആ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന് വേരോട്ടമുള്ള ആറ്റിപ്ര അടക്കമുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെയും പല ഘട്ടങ്ങളിലായിട്ട് പദയാത്രകൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഈ വിജയം അദ്ദേഹത്തിന് നേടാനായത്. എന്തായാലും ഒരു മധുര പ്രതികാരം എന്തായാലും V മുരളീധരൻ അവിടെ നടത്തിയെന്നുള്ളതാണ്. പ്രത്യേകിച്ചും സ്വർണ്ണക്കൊള്ള അടക്കമുള്ള കാര്യങ്ങളിൽ പ്രതിപട്ടികയിൽ പലപ്പോഴും ഉയർന്നുകേട്ട പേരായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ്റെ. എന്തായാലും ആ പേരിനൊപ്പം അത് എന്തായാലും BJP സംബന്ധിച്ച് അത് വളരെയധികം രാഷ്ട്രീയ ഒരു ആയുധമായി മാറ്റാനായിട്ട് സാധിച്ചു. എന്തായാലും അവിടെ 428 വോട്ടിൻ്റെ ഭൂരിപക്ഷം അതെന്തായാലും വരുന്ന ഘട്ടങ്ങളിൽ ഉയർത്താനായിരിക്കും BJP ശ്രമിക്കുക. ഈ 3 സീറ്റുകൾക്കപ്പുറം നേരത്തെ ഷിഹാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ക്രിസ്ത്യൻ ഔട്ട്റീച്ച് അതിൽ വിജയം നേടാൻ സാധിച്ചു എന്ന് തന്നെയാണ് BJPയുടെ കണക്കുകൂട്ടൽ. കാരണം തിരുവല്ല അടക്കം പ്രത്യേകിച്ചും അവിടെയൊക്കെ വലിയ ഒരു 2-ാം ഘട്ടത്തിൽ എത്താൻ സാധിച്ചു എന്നുള്ളത് BJP സംബന്ധിച്ച് അഭിമാനിക്കാവുന്ന കാര്യമാണ്. പാലക്കാട്, മഞ്ചേശ്വരം, അതുപോലെ തന്നെ കാസർഗോഡ്, ആറ്റിങ്ങൽ അടക്കമുള്ള മണ്ഡലങ്ങളിൽ 2ാമതെത്തിയത് എന്തായാലും ഏറെ നേട്ടമായിട്ടാണ് BJP കരുതുന്നത്. അതേസമയം 15 സീറ്റുകളിൽ വിജയിക്കുമെന്ന പ്രതീക്ഷ ആദ്യഘട്ടത്തിൽ തന്നെ BJP തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വച്ചിരുന്നു. അവിടെയാണ് 3 സീറ്റുകളിൽ വളരെ സീറ്റുകൾ നേടുന്നു. അതിൽ തന്നെ മന്ത്രി V ശിവൻകുട്ടിയെ നേമത്ത് പരാജയപ്പെടുത്തുന്നു. മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ കഴക്കൂട്ടത്ത് പരാജയപ്പെടുത്തുന്നു. ഉറച്ച ഇടതുപക്ഷത്തിന്റെ കോട്ടയായിരുന്ന CPIയുടെ ഉറച്ച മണ്ഡലമായിരുന്ന ചാത്തന്നൂർ പിടിച്ചെടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ വലിയ ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ BJPയും ഉള്ളത്.